ഇന്ന് നമുക്ക് സെമി സിൽക്ക് സാരീസ്, സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് സാരീസിലെ കോൺട്രാസ്റ്റ് ബോർഡർ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അതുമല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലും വന്നിരിക്കുന്ന സാരീസാണ്. 1980 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിലും ചെറിയൊരു ഡിസൈൻസ് ഉണ്ട്, ഞാനത് ക്ലോസർ വ്യൂ കാണിച്ചു തരാം. എന്നിട്ട് ബോർഡർ ഇതേപോലെ ഒരു കോൺട്രാസ്റ്റ് കളറിൽ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രിക്ക് ഓറഞ്ച് ബ്ലെൻഡായിട്ട് നമുക്കിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ്. 1980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്, ആരുടെ ഹെൽപ്പ് വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉടുക്കാം, തനിയെ ഉടുക്കാൻ പറ്റുന്ന സാരീസാണ് ഇതെല്ലാം. നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും, ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ഉടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് കളേഴ്സ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് വിത്ത് പർപ്പിൾ കോമ്പിനേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്ന അതേ ഷെയ്ഡ് തന്നെ. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ ഉള്ളതാട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു പ്ലെയിൻ ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിൻ്റെ ബോഡിയെ കൂടെ കണ്ടോ, ബോഡിയെ കൂടെ ചെറിയ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോലെ ഇങ്ങനെ ഒരു വ്യൂ പാറ്റേൺ പോയിട്ടുണ്ട്. എന്നിട്ട് മുന്താണി വരുമ്പോൾ ബോർഡർ വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ഒരു ബോർഡർ വരുന്നത്. ഇപ്പോൾ നമുക്ക് 1 ലെയറായിട്ട് ഇടണമെങ്കിൽ 1 ലെയറായിട്ടും ഇടാം, അല്ല പ്ലീറ്റ് ചെയ്തിടണമെങ്കിൽ പ്ലീറ്റ് ചെയ്തിടാം. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാൽ നല്ല ലൈറ്റ് വെയ്റ്റും അത്യാവശ്യം ഫ്രീ ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലുമാണ്. സോഫ്റ്റാണ്, നല്ല ലൈറ്റ് വെയ്റ്റുമാണ്. അതുകൊണ്ട് നമുക്ക് 1 ലെയർ ഇടുന്നതിനും ബുദ്ധിമുട്ടില്ല. ഇതാണ് അതിൻ്റെ മുന്താണിയുടെ വർക്ക് വരുന്നത്. മുന്താണി ഇതേ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്, എന്നിട്ട് അതിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. 1980 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ്. നമുക്കിങ്ങനെ ചില സാരീസൊക്കെ കൊടുക്കുമ്പോഴേ ഭയങ്കര ചൂടെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യില്ല. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചൂടെടുക്കുന്ന മെറ്റീരിയലും അല്ല. അടുത്തത് കണ്ടോ, ഒരു ഇത് കണ്ടോ, ഒരു ബ്രൗണിൻ്റെ ഒരു ടോൺ, അതിനകത്ത് പർപ്പിൾ ടോണാണ്. അതിൻ്റെ സാരി നമ്പർ 2 ആണ്. ഒരു ബ്രൗൺ ആൻഡ് പർപ്പിൾ എന്ന് വെച്ചാൽ ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല, അല്പം ഒരു ലൈറ്റർ ഒരു ബ്രൗണിഷ് ടോൺ വന്നിട്ട് പർപ്പിൾ ടോണാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ പർപ്പിൾ ടോണിൽ തന്നെ വരുന്ന ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ബോർഡർ ഉണ്ടാവും. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പം ഒരു ഗ്രീൻ ആൻഡ് ഒരു പിങ്ക് ചേർന്ന ഒരു റെഡ്. ഗ്രീൻ ആൻഡ് റെഡ് എന്ന് പറയാം. റെഡാണേലും നല്ലൊരു അല്പം ഒരു പിങ്കും കൂടെ ബ്ലെൻഡ് ചെയ്ത പോലെയുള്ളൊരു റെഡാട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ വരും. സ്ലീവ് ആൻഡ് ബോർഡർ വരുന്ന ബ്ലൗസ്. 1980. അടുത്തത് വരുന്നത് ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡ്, ഒരു പീച്ച് പിങ്ക് ഒക്കെ ചേർന്നിട്ടുള്ള പോലുള്ളൊരു ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ പർപ്പിൾ കോമ്പിനേഷനാണ് വരുന്നത്. മുന്താണി ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് നമുക്കൊരു യെല്ലോ, ഒരു യെല്ലോ ആൻഡ് പർപ്പിൾ, ഒരു മാമ്പഴ യെല്ലോ ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ. മുന്താണി ആൻഡ് ബ്ലൗസ്. അടുത്തത് വരുന്നത് പർപ്പിൾ തന്നെയാണ് ബോഡിയും വരുന്നത്. ബോർഡർ വരുമ്പോഴും അല്പം കൂടെ ഡാർക്കായിട്ടുള്ള ഒരു പർപ്പിൾ ടോൺ കണ്ടോ. നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ലൊരു അടിപൊളി സാരീസാണ്. നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണിത്. അപ്പം ബ്ലൗസും കോൺട്രാസ്റ്റാണ്. നമുക്കിപ്പോൾ കോൺട്രാസ്റ്റുള്ള അതേപോലുള്ള ഒരു ഓർണമെൻ്റൊക്കെ പെയർ ചെയ്ത് ഉപയോഗിച്ചാൽ നല്ല ഭംഗിയുള്ള സാരീസാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ
സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്ന ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി. അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ കൂടെ തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.